BBC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ്സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. രാജ്യത്തെ അഭിസംബോധന ചെയ്യുവാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാത്രി 8:30 പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. ലോക്സഭയിൽ വനിതാ സംവരണ ഭേദഗതി ബിൽ പരാജയപ്പെട്ടതിന് തൊട്ടടുത്ത ദിവസമാണ് പ്രധാനമന്ത്രിയുടെ അഭിസംബോധന. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയായിരിക്കും വിഷയം എന്നാണ് വിവരം. ബംഗാൾ, തമിഴ്നാട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും വിഷയം ഉയർത്തിക്കാട്ടുവാൻ BJP കേന്ദ്ര നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് അഭിസംബോധന എന്നത് ശ്രദ്ധേയമാണ്. കോൺഗ്രസും DMKയും തൃണമൂൽ കോൺഗ്രസും അടങ്ങുന്ന പ്രതിപക്ഷം വനിതാ സംവരണത്തെ പരാജയപ്പെടുത്തി എന്ന പ്രചാരണമാണ് BJP നടത്തുവാൻ പോകുന്നത്. സ്ത്രീവിരുദ്ധ സമീപനമാണ് പ്രതിപക്ഷം സ്വീകരിക്കുന്നതെന്ന പ്രചാരണം താഴെത്തട്ടിലെത്തിക്കുവാനാണ് BJP കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം. മത്സ്യബന്ധന ബോട്ടിന്റെ എഞ്ചിനിൽ നിന്നും പുക ശ്വസിച്ചു. കോഴിക്കോട് ചികിത്സയിലായിരുന്ന തൊഴിലാളി മരിച്ചു. കോഴിക്കോട് മത്സ്യബന്ധനത്തിനിടെ ബോട്ടിന്റെ എഞ്ചിനിൽ നിന്നും പുക ശ്വസിച്ച് ചികിത്സയിലായിരുന്നവരിൽ ഒരാൾ മരിച്ചു. വെസ്റ്റ് ബംഗാൾ സ്വദേശി ഷഹബേദ് ദാസ് ആണ് മരിച്ചത്. വെസ്റ്റ് ബംഗാൾ സ്വദേശി ഷഹബേദ് ദാസ് വെന്റിലേറ്ററിലായിരുന്നു. മറ്റൊരു തൊഴിലാളി ബേപ്പൂർ സ്വദേശി ഹനീഫ വെന്റിലേറ്ററിലാണ്. 4 മത്സ്യത്തൊഴിലാളികൾക്കാണ് ദേഹാസ്വാസ്ഥ്യമുണ്ടായത്. 3 അന്യസംസ്ഥാന തൊഴിലാളികളും ഒരു മലയാളിയുമാണ്. ബേപ്പൂർ പടിഞ്ഞാറ് 10 നോട്ടിക്കൽ അകലെയാണ് സംഭവം. ആയിഷ 1 എന്ന ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. നാവിക ഉപരോധം തുടർന്ന് അമേരിക്ക. ഹോർമൂസ് കടലിടുക്ക് വീണ്ടും ഇറാൻ അടച്ചു. ഹോർമൂസ് കടലിടുക്ക് വീണ്ടും അടച്ച ഇറാൻ US നാവിക ഉപരോധം തുടരുന്നത് ചൂണ്ടിക്കാട്ടിയാണ് ഇറാന്റെ നടപടി. ഹോർമൂസ് വീണ്ടും തുറന്നത് ഇന്നലെയായിരുന്നു. ഇറാനിയൻ തുറമുഖങ്ങൾക്ക് നേരെയുള്ള ഉപരോധം അമേരിക്ക തുടർന്നാൽ ഹോർമൂസ് കടലിടുക്ക് അടച്ചിടുമെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് വ്യക്തമാക്കിയിരുന്നു. ഹോർമൂസ് തുറന്നതോടെ ഇന്ത്യയിലേക്കുൾപ്പെടെ കപ്പലുകൾ അവശ്യ സാധനങ്ങളുടെ എത്തുകയുണ്ടായിരുന്നു. കൂടാതെ എണ്ണവില $120 നിന്നും കുറഞ്ഞതുമായിരുന്നു. അതേസമയം ഇറാൻ അമേരിക്ക 2ാം ഘട്ട സമാധാന ചർച്ച തിങ്കളാഴ്ച ഇസ്ലാമാബാദിൽ നടക്കുമെന്ന് ഇറാൻ സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അമേരിക്ക ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. 1 മണിക്കൂറിൽ ട്രംപ് 7 അവകാശവാദങ്ങൾ നടത്തിയെങ്കിലും ഇവയെല്ലാം തെറ്റാണെന്നും നുണ പറഞ്ഞ് യുദ്ധം ജയിക്കുവാൻ അമേരിക്കയാവില്ലെന്നും ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബഗീർ ഗാലിബഫ് വ്യക്തമാക്കി. വാൽപ്പാറ വാഹനാപകടം ദുഃഖം രേഖപ്പെടുത്തി രാഷ്ട്രപതി. വാൽപ്പാറയിലെ വാഹനാപകടത്തിൽ 9 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതിൽ ദുഃഖം രേഖപ്പെടുത്തി രാഷ്ട്രപതി ദ്രൗപദി മുർമു. പരിക്കേറ്റവർ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് രാഷ്ട്രപതി പറഞ്ഞു. മരിച്ചവരുടെ കുടുംബങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദുഃഖകരമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മരിച്ചവരുടെ കുടുംബങ്ങൾക്കും പരിക്കേറ്റവർക്കും എല്ലാ സഹായങ്ങളും ചെയ്യുമെന്നും വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി അറിയിച്ചു. കുംഭമേള വൈറൽ പെൺകുട്ടിക്ക് പോലീസ് സുരക്ഷ. വിഷയത്തിൽ തീരുമാനമായില്ല. കുംഭമേള വൈറൽ പെൺകുട്ടിക്ക് പോലീസ് സുരക്ഷ ഒരുക്കുന്ന കാര്യത്തിൽ തീരുമാനമായില്ല. വൈറൽ പെൺകുട്ടിയുടെ അറസ്റ്റ് പാടില്ലെന്ന് കോടതി ഉത്തരവുള്ള കാര്യം മധ്യപ്രദേശ് പോലീസിനെ അറിയിച്ചെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു. രഹസ്യമൊഴി നൽകുവാനുള്ള നീക്കത്തിലാണ് പെൺകുട്ടി. പെൺകുട്ടിയുടെ മൊഴി എടുക്കണം എന്ന നിലപാടിലാണ് മധ്യപ്രദേശ് പോലീസ്. എന്നാൽ അവർക്ക് ഇതുവരെ പെൺകുട്ടിയെയും ഫർമാനെയും കണ്ടെത്താനായില്ല. സഹായം അഭ്യർത്ഥിച്ച് കൊച്ചി സിറ്റി പോലീസിനെ മധ്യപ്രദേശ് പോലീസ് സമീപിച്ചിരുന്നെങ്കിലും കാര്യമായ സഹായം ലഭിച്ചില്ല. അറസ്റ്റ് പാടില്ലെന്ന കോടതി ഉത്തരവാണ് കൊച്ചി സിറ്റി പോലീസ് ഉയർത്തിക്കാട്ടുന്നത്. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. മണ്ഡല പുനർനിർണയം. BJPയുടെ തോൽവി ഇവിടെ തുടങ്ങുകയാണ്. ഒരുമിച്ച് നിന്നാൽ വിജയമുറപ്പ് MK സ്റ്റാലിൻ. വനിതാ സംവരണ ബിൽ ലോക്സഭയിൽ പരാജയപ്പെട്ടതിനെ തമിഴ്നാടിന്റെയും ദക്ഷിണേന്ത്യയുടെയും വിജയമായി വിശേഷിപ്പിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. BJPയുടെ തോൽവി ഇവിടെ തുടങ്ങുകയാണ്. ഒരുമിച്ച് നിന്നാൽ വിജയമെന്ന് താൻ എന്നോ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ തുടക്കമാണ് ഈ വിജയം. കറുത്ത നിയമത്തെ പാർലമെന്റിൽ തോൽപ്പിച്ച എല്ലാവർക്കും നന്ദി. ഇന്ത്യ സഖ്യവും തമിഴ്നാട്ടിലെ ജനങ്ങളുമാണ് ബില്ലിനെ പരാജയപ്പെടുത്തിയതെന്നും MK സ്റ്റാലിൻ പറഞ്ഞു. തമിഴ്നാട് പൊരുതി, തമിഴ്നാട് ജയിച്ചു എന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചു. മാനന്തവാടിയിൽ വ്യാജ അരിഷ്ടം കുടിച്ച ആദിവാസി യുവാവ് മരിച്ചതായി പരാതി. വയനാട് മാനന്തവാടിയിൽ വ്യാജ അരിഷ്ടം കുടിച്ച് ആദിവാസി യുവാവ് മരിച്ചതായി പരാതി. മാനന്തവാടി ചേരിയം കൊല്ലിയിലെ കല്ലുമൊട്ടൻകുന്ന് ഉന്നതിയിലെ പ്രസാദാണ് മരിച്ചത്. ചേരിയം കൊല്ലിയിലെ ശ്രീ വിനായക ഫാർമസ്യൂട്ടിക്കൽസിൽ നിന്നാണ് യുവാവ് ലഹരി കലർന്ന അരിഷ്ടം വാങ്ങിയിരുന്നത്. അർജുന അരിഷ്ടം എന്ന പേരിൽ വന്നിരുന്ന അരിഷ്ടത്തെ ഇവർ ധാത്രി അരിഷ്ടം എന്ന പേരിലാണ് വിറ്റിരുന്നത്. അമിതമായ അരിഷ്ടം കുടിച്ചതിനെ തുടർന്ന് രക്തം ഛർദ്ദിച്ച പ്രസാദ്
കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. കരളിനെ ഗുരുതരമായി രോഗം ബാധിച്ചതിന് പിന്നാലെ ആരോഗ്യനില വഷളാവുകയും തുടർന്ന് ഇന്ന് പുലർച്ചെയോടെ പ്രസാദിന്റെ മരണം സ്ഥിരീകരിക്കുകയുമായിരുന്നു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.